മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി 76ൻ്റെ നിറവിൽ ഈ വരുന്ന ഫെബ്രുവരി 19 തിരുമേനിയുടെ ജന്മദിനമാണ്. കായൽ സമൃദ്ധമായ അഷ്ടമുടിയിൽ ആരംഭിച്ച് സഭയെയും സമൂഹത്തെയും ആധ്യാത്മിക സമൃദ്ധിയിലേക്ക് നയിക്കുകയാണ് അഭിമന്യ തിരുമേനി. വിശ്വഭാരതി വരെ നീണ്ട വിദ്യാഭ്യാസ കാലഘട്ടം ഒരു പട്ടക്കാരനായി, ഒരു മേൽപ്പട്ടക്കാരനായി, 22ാം മാർത്തോമ മെത്രാപ്പൊലീത്തയായി കർമ്മനിരതമായ തൻ്റെ ശുശ്രൂഷ തുടരുകയാണ് അഭിമന്യ തിരുമേനി. പിന്നിട്ട വഴികളിലെ ദൈവിക അനുഭവങ്ങളെപ്പറ്റി, സമൂഹത്തെപ്പറ്റി, സഭയെപ്പറ്റി തൻ്റെ കാഴ്ചപ്പാടുകൾ, ഭാവി പ്രതീക്ഷകൾ അഭിമന്യ തിരുമേനി ഈ ജന്മദിനത്തിൽ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അഭിമന്യ തിരുമേനിയെ ഈ എപ്പിസോഡിലേക്ക് വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തിരുമേനി 76ൻ്റെ നിറവിലാണ്. പിന്നിട്ട വഴികളെ എങ്ങനെ നോക്കിക്കാണുന്നു? ദൈവിക അനുഭവം എന്തായിരുന്നു? പിന്നിട്ട വഴികൾ എല്ലാം ദൈവകൃപയുടെ വ്യാപാരം നിറഞ്ഞതായിട്ടുള്ള രംഗങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ മേലധ്യക്ഷ സ്ഥാനത്ത് വരുവാനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം മുന്നമേ നിശ്ചയിക്കുകയും അപ്രകാരം ആ സ്ഥാനത്ത് എത്തിച്ചേരുകയുമാണ് ചെയ്തത്. ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലും കൂടെ ഇരുന്ന് വഴി നടത്തുന്നതായിട്ടുള്ള ദൈവസ്ഥാനത്തെ അനുഭവിക്കാനായിട്ടിടയാകുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും ദൈവകൃപയാണ് എന്നെ ശക്തീകരിക്കുന്നത്. നേരത്തെ ആലോചിച്ച് ക്രമീകരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കാളൊക്കെ ഉപരിയായി ദൈവം നടത്തുന്നതായിട്ടുള്ള വഴികൾ അതത് അവസരത്തിൽ മനസ്സിലാക്കേണ്ട കൊണ്ടൻ ജീവിതത്തിലിടയായിട്ട് തീരുന്നു. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റുക എന്നതാണ് ഈ ആയുസ്സിലൂടെ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കടമ എന്നത് ഞാൻ വിചാരിക്കുന്നു. അതിനായി ദൈവകരങ്ങൾ എന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. 75ാം ജന്മദിനം ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഒരു കരുതലിൻ്റെ ഒരു ലോകം അഭിമന്യ തിരുമേനി തുറക്കുകയുണ്ടായി. അഭയ ലക്ഷ്യ പദ്ധതികളിലൂടെ ഒട്ടേറെ ആളുകൾക്ക് 75ഓളം ആളുകൾക്ക് ഭവനം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടു. 150ഓളം ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. ലക്ഷ്യ പദ്ധതിയിലൂടെ ഒട്ടേറെ ആളുകൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുവാൻ കഴിഞ്ഞു. ഈ ഒരു വ്യത്യസ്തത എങ്ങനെ സാധ്യമായി? നേതൃസ്ഥാനത്ത് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം കാരുണ്യത്തോടെ സഹജീവികളോടും സമസൃഷ്ടങ്ങളോടും പെരുമാറുക എന്നത് ഏറെ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെയധികം ഉയർച്ചയും താഴ്ചയും അനുഭവിക്കുന്നതല്ല ആളുകളെ കാണാനായിട്ടിടയാവുന്നുണ്ട്. അതിൽ സഭ എപ്പോഴും നിലനിൽക്കേണ്ടത് തള്ളപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തുന്നതായിട്ടുള്ള ദൗത്യത്തിലാണ്. അതുകൊണ്ട് ഇല്ലാതെ പോകുന്നതായിട്ടുള്ള ആളുകൾക്ക് പങ്കിട്ട് കൊടുക്കുവാനായിട്ടുള്ള ഒരു ദൗത്യം സഭയെ ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുക എന്നത് ഏറെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഭവനമില്ലാത്ത ആളുകൾക്ക് ഭവനം നൽകുന്നതായുള്ള പദ്ധതി വർഷങ്ങളായി സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണെങ്കിൽ തന്നെയും അതേറെ അടിസ്ഥാനപരമായ ആവശ്യമായതുകൊണ്ട് ത്വരിതപ്പെടുത്തേണ്ടതായുള്ള ആവശ്യകതയെക്കുറിച്ച് സഭയായിട്ട് ചിന്തിക്കുകയും അഭയ പ്രോജക്റ്റിന് രൂപം നൽകുകയും ചെയ്തത്. ചെലവ് കുറഞ്ഞതായിട്ടുള്ള രീതിയിൽ തന്നെ ജനപങ്കാളിത്തത്തോടെ അഭയ പദ്ധതി ആവിഷ്കരിക്കണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വീടുകളൊക്കെ വയ്ക്കുന്നതിന് തക്കതായ സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് വീട് സജ്ജമാക്കാൻ കഴിയുന്നത് എന്നത് പഠിച്ച് അതിന് രൂപകൽപ്പന നിർവഹിക്കുന്നതായുള്ളൊരു ടീം തന്നെ അഭയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ദർശനവും അവരുടെ സമർപ്പണവും ഏറെ ശ്ലാഘനീയമാണ്. VS കറിയാച്ചനാണ് ഇപ്പോൾ അഭയ പദ്ധതിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ നേതൃത്വം നൽകുന്ന അവസരത്തിൽ സ്ഥലങ്ങൾ നൽകുന്നതായിട്ടുള്ള ആളുകളുണ്ട്, മരങ്ങൾ നൽകുന്നതായിട്ടുള്ള ആളുകളുണ്ട്, സന്നദ്ധത പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്.
അവരെല്ലാം കൂട്ടി നിർത്തി ഉള്ള ക്രമീകരണങ്ങളാണ് അഭയ പദ്ധതിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയറി കിടക്കുവാൻ ഇടമില്ലാത്ത ആളുകൾക്ക് കയറി കിടക്കുവാൻ തക്കവണ്ണമുള്ള 2 മുറികളും കിച്ചനും ആളുകളെ സ്വീകരിക്കുവാനായിട്ടുള്ള സ്വീകരണ മുറിയും ഒക്കെ അടങ്ങുന്ന ഒരു 4 മുറികളുടെ സമുച്ചയമായിട്ടാണ് ഓരോ അഭയഗൃഹങ്ങളും നിർമ്മിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൊണ്ട് ജനപങ്കാളിത്തത്തോടുകൂടി ഇന്നത്തെ ഒരാവശ്യം എന്നുള്ള നിലയിൽ കെട്ടുറപ്പുള്ള ഭവനങ്ങൾ നൽകി കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് അഭയ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊന്നിച്ച് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതായുള്ള കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നതെങ്കിൽ അത് മാറ്റിക്കൊടുക്കുവാനായിട്ടുള്ളൊരു പരിശ്രമം സഭ നിർവഹിക്കുന്നുണ്ട് ലക്ഷ്യ പ്രോജക്റ്റിലൂടെ. തങ്ങളുടെ താലന്റുകളെ വികസിപ്പിച്ച് ഈ കാലഘട്ടത്തിന് പ്രയോജനകരമായി ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും യുവജനങ്ങൾക്ക് സാധ്യമായി തീരുന്ന ഒരു പദ്ധതിയായിട്ടാണ് ലക്ഷ്യ പ്രോജക്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്കും ഇപ്രകാരമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള പദ്ധതിയിൽ പങ്കാളിത്തം വഹിക്കാൻ്റെ പണം താല്പര്യപ്പെടുന്നതായുള്ള ആളുകൾ പണം നൽകുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ഇട്ട് അതിൻ്റെ പണം പലിശ ലഭ്യമാക്കി തീർത്ത് അത് ഉപയോഗിക്കത്തക്കവണ്ണം ഉള്ള പരിശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ലക്ഷ്യ പ്രോജക്റ്റ് ഇന്നും ഇന്നലെയും കൊണ്ട് നിൽക്കുന്നതായിട്ടൊന്നല്ല, അത് തുടരുന്നതായൊരു പ്രക്രിയയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മൈഗ്രേഷൻ നടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ നാട്ടിൽ തന്നെ നിന്ന് അവർക്ക് പഠിക്കുന്നതിനായിട്ടും ജോലി ചെയ്യുന്നതിനായിട്ടും അവരുടെ ഭാവിയെ പരിപിടിപ്പിക്കുന്നതിനായിട്ടും കഴിയും എന്നുള്ളതായൊരു സന്ദേശം നൽകി കൊടുക്കുവാനായിട്ട് ലക്ഷ്യ പദ്ധതിയിലൂടെ സാധ്യമായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ട് 75ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച അവസരത്തിൽ സഭയായി ചിന്തിച്ച് ജനപങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള 2 പദ്ധതികളാണ് അഭയ എന്ന ഭവനദാന പദ്ധതിയും പഠിപ്പിക്കുന്നതായിട്ടുള്ള ലക്ഷ്യ എന്നുള്ളതായിട്ടുള്ള പദ്ധതിയും. അടുത്ത സമയത്ത് വയനാട് ചൂരമലയിലും മറ്റും ജലപ്രളയമൊക്കെ ഉണ്ടായി ഉരുൾപൊട്ടി വീടുകളും ആ പ്രദേശമൊക്കെ നഷ്ടമായതായുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് വീട് നൽകി കൊടുക്കുവാൻ കഴിയുന്നത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുന്നത്, അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുവാൻ കഴിയുന്നത്, ഇതെല്ലാം ഇപ്പോൾ സഭ ചിന്തിക്കുന്നുണ്ട് എന്നതും ഇത്തരണത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. ഈ മണിപ്പൂർ കലാപകാലത്ത് എല്ലാവരും വലിയ പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്ത് നിന്നപ്പോൾ അവർക്ക് മണിപ്പൂരിലെ കുട്ടികൾക്കൊരു കരുതൽ ലോകം ഒരുക്കാൻ തിരുമേനി വളരെ ശ്രദ്ധിച്ചു. ഈ ഒരു ആശയം പെട്ടെന്ന് എങ്ങനെ സാധ്യമായിട്ട്? ഒന്നെന്നാ മനസ്സിലാക്കേണ്ടത്, അപ്പനോ അമ്മയോ ഒക്കെ ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നതായിട്ടുള്ള അവസരത്തിൽ അനാഥത്വം പേറുന്നതായിട്ടുള്ള കുട്ടികൾ വളരെയേറെ ഇങ്ങനെയുള്ള കലാപഭൂമിയിൽ ഉണ്ടാവാറുണ്ട്. ഏത് യുദ്ധഭൂമിയിലും അപ്രകാരം തന്നെ ഉണ്ടാകും. അങ്ങനെ മണിപ്പൂരിൽ തങ്ങളുടെ ഭാവിയെല്ലാം ഇരുളടഞ്ഞതാണ് എന്ന് തോന്നുന്നതായുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ റെസിഡൻഷ്യൽ സ്കൂളിൽ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കൊടുക്കുവാനായിട്ടുള്ള താല്പര്യം മനസ്സിൽ ഉദിച്ചു. അത് തിരുവല്ലയിലുള്ള നിക്കോൾസൺ ഗേൾസ് ഹൈസ്കൂളിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച അവസരത്തിൽ കുട്ടികളെ എടുക്കാം, താമസിപ്പിക്കാം, അവർക്ക് ട്യൂഷൻ കൊടുക്കാം, അവരെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നത് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയാണ് പിന്നെ മണിപ്പൂരിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നത് എന്നത് ചിന്തിക്കുകയുണ്ടായി. ഇൻഡിഗോ ഫ്ലൈറ്റ്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ക്യാപ്റ്റനായിരിക്കുന്ന ക്യാപ്റ്റൻ തോമസ് താല്പര്യപ്പെട്ടതിൻ്റെ ഫലമായി കുഞ്ഞുങ്ങൾക്ക് മൊത്തത്തിൽ 30ഓളം കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ ഭവനമൊക്കെ വിട്ട് മാതാപിതാക്കളൊക്കെ വിട്ട് കേരളത്തിൽ നിക്കോൾസിലെത്തിച്ചേരുവാൻ തക്കൊണ്ടുള്ള ക്രമീകരണം ചെയ്യുന്നതിന് സാധ്യമായിട്ട് തോന്നും. അവരെ എയർപോർട്ടിൽ പോയി സ്വീകരിക്കുകയും അവരെ നിക്കോൾസിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയൊക്കെ ചെയ്തത് കൃത്യമായുള്ള സ്വീകരണത്തിൻ്റേതായുള്ള ഭാഷയിലാണ്. കുഞ്ഞുങ്ങളുടെ ഭാഷ പഠിക്കുന്നതിനായിട്ടോ അവരോട് സംസാരിക്കുന്നതിനായിട്ടോ പ്രയാസമുണ്ടെങ്കിൽ തന്നെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഷ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് സ്നേഹത്തോടും കരുണയോടും കൂടി
അവരോടൊക്കെ ഇടപെട്ടതായിട്ടുള്ള അവസരത്തിൽ കുഞ്ഞുങ്ങൾ അവർക്ക് തങ്ങളുടെ ഭവനം പോലെ തന്നെ ഈ സ്ഥലമൊക്കെ ബോധ്യപ്പെടുകയും എല്ലാവരുമായിട്ട് ചേർന്ന് ഇടപഴകി ജീവിപ്പാനൊക്കെ ശ്രമിക്കുകയും കുറേ കുഞ്ഞുങ്ങളൊക്കെ മലയാളം തന്നെ പിക്ക് ചെയ്യുന്നതിനായിട്ട് മലയാളത്തിൽ പാട്ടുകൾ പാടുന്നതിനായിട്ട് ഒക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ മണിപ്പൂരിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ സംസ്കാരവും തമ്മിലുള്ള ഒരു ഇടപെടൽ സാധ്യമായിട്ട് തീർന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇപ്പോഴും സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു. അവരുടെ ഭാവി വളരെ സുന്ദരമായിരിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും സഭയ്ക്കുണ്ട്. തിരുമേനി എപ്പോഴും സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉറച്ച ശബ്ദമാണത് നിലപാടുകൾ. പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷനിൽ പോലും ബ്രൂവറിക്കെതിരെ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ക്രിമിനൽ വൽക്കരണത്തിനെതിരെ, മദ്യപാനത്തിനെതിരെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ തിരുമേനി ശക്തമായ നിലപാടെടുത്തു. ഇത് മിക്കവാറും എല്ലാ പ്രസംഗങ്ങളിലും ഈ നിലപാട് കാണുവാൻ കഴിയും. എന്തുകൊണ്ട് ഇത്തരം ഒരു ധൈര്യം ഈ നിലപാടെടുക്കുന്നതിൽ? ക്രിസ്തുമതം രൂപം കൊണ്ടത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവർത്തനവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ദൈവരാജ്യമാണ് പ്രസംഗിച്ചത്. ദൈവരാജ്യത്തിൻ്റെ ഭരണം സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് സ്ഥാപിതമാക്കേണ്ടത്. അതുകൊണ്ട് ഏത് മതമാണെങ്കിലും ഏത് സഭയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു വിഭാവന ചെയ്ത ദൈവരാജ്യത്തിലേക്ക് ചുറ്റുപാടുള്ള സമൂഹങ്ങളെയൊക്കെ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം, അതിലേക്ക് വീണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് ഈ കാലഘട്ടത്തിലും സഭ നിർവഹിക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ ജീവനെ ഹനിക്കുന്നതായുള്ള ഏത് സംഭവങ്ങളുണ്ടായാലും അതിനോട് പ്രതികരിക്കുക എന്നത് എൻ്റെ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. ജീവന് എപ്പോഴും പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകുന്നതായുള്ള ചുമതല കൂടി സഭയ്ക്കും സമൂഹത്തിനുമുണ്ട്. അതുകൊണ്ട് അപ്രകാരം ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിന് അനുരൂപമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം സമൂഹത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തിയായിട്ട് സഭ ആയിത്തീരേണ്ടതായുള്ള ആവശ്യകതയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ആ സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ മധ്യത്തിൽ എന്താണ് സഭയുടെ ശബ്ദം എന്ന പ്രവാചക ശബ്ദത്തോടുകൂടി പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. പറയുക മാത്രമല്ല, പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ എപ്പോഴും ഞാൻ ശ്രദ്ധാലുവാണ്. ഇത്തരം നിലപാടെടുക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ അത്തരം വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. കാരണം ഈ പറഞ്ഞതായുള്ള കാര്യങ്ങൾ, ജീവനെ സംരക്ഷിക്കുക, ജീവനെ സാധ്യമായി തീരുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചെറുത്തുനിൽപ്പുണ്ടാകാം. സ്വാർത്ഥ താല്പര്യരായിട്ടുള്ള ആളുകൾക്കും സ്വകീയമായുള്ള താല്പര്യങ്ങൾ വെച്ച് പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും ഇപ്രകാരമുള്ളൊരു നിലപാട് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ വളരെയേറെ നേരിടേണ്ടതായിട്ട് വരും. അതിനെ നേരിടുക എന്നത് തന്നെ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് ആ ദൗത്യത്തിലാണ് ഈ നേതൃസ്ഥാനം ആവശ്യപ്പെടുന്നത് എന്നുള്ള ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് അപ്രകാരം പ്രവർത്തിക്കുവാൻ്റെ കൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. 22-ാം മാർത്തോമാ മെത്രാപ്പൊലീത്ത ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട് 5 വർഷം തികയുന്നു. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തയെ അഭിമന്യ തിരുമേനി എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സഭയെ നയിച്ചിട്ടുള്ള നേതൃനിരയിൽ നിന്നിട്ടുള്ള അനേകം ആളുകൾ, അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് എന്നെ സഭയിലൊരു എപ്പിസ്കോപ്പയാക്കിയത്. പത്മശ്രീ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി ഈ ദേശത്തിന് തന്നെ, ഭാരതത്തിന് തന്നെ ഒരു നേതൃത്വം നൽകിയതായുള്ളൊരു വ്യക്തിയാണ്. പിന്നീട് വളരെയധികം സഭാചരിത്രമൊക്കെ മനസ്സിലാക്കി സഭയെ നയിക്കേണ്ടതാണ് പാതയിൽ നയിക്കുവാൻ കാണണം പരിശ്രമിച്ചതല്ല ജോസഫ് മാർത്തോമാ തിരുമേനിയാണ് പിന്നീടുണ്ടായത്. ഇവരുടെയൊക്കെ കാലടികളെ പിന്തുടരുവാൻ കാണണം ഞാൻ അയോഗ്യനാണ്. എന്നാൽ സഭയുടെ രീതി അനുസരിച്ച് മുൻപന്തിയിലേക്ക് വരികയും നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നത് എപ്പിസ്കോപ്പൽ സിനഡ് ആവശ്യപ്പെട്ടതായുള്ള അവസരത്തിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവകൃപ വ്യാപരിച്ചതായിട്ടുള്ള പ്രവർത്തന രംഗങ്ങളാണ് കഴിഞ്ഞ
4-5 വർഷങ്ങൾ കാണുവാണ്ടൊക്കെയാണ് എനിക്കിടയായിട്ട് തീർന്നിട്ടുള്ളത്. വിമർശനങ്ങളും എതിർപ്പുകളും സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ അതിനെയൊക്കെ അഭിമുഖീകരിക്കുവാനും അതിനെയൊക്കെ അതിജീവിക്കുവാനും തക്കവണ്ണം ആവശ്യമായിട്ടുള്ള ധൈര്യവും ആത്മാഭിമാനവും ഒക്കെ ദൈവം തമ്പുരാൻ അതത് അവസരത്തിൽ നൽകുന്നത് കൊണ്ട് എപ്പോഴും സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ്റെ കൊണ്ടിടയായിത്തീരുന്നു എന്നുള്ള അനുഭവം എനിക്കുണ്ട്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് തിരുമേനിയും ഗീവർഗീസ് മാർ അത്തനേഷ്യസ് തിരുമേനിയും ഈ ലോകത്തിനെ മാറ്റപ്പെട്ടതായുള്ള സാഹചര്യത്തിൽ പിന്നീട് മുൻപോട്ട് വന്ന ഈ സഭയെ നയിക്കുവാൻ്റെ കാരണം എപ്പിസ്കോപ്പൽ സിനോഡ് എന്നോടാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടതായുള്ള അവസരത്തിൽ ഇതൊന്നും മനുഷ്യൻ്റെ കഴിവല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രവർത്തിക്കുന്നതിനായിട്ട് സന്നദ്ധനാവുകയാണ് ചെയ്തത്. അതിൻ്റെ ചരിത്രമാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൂടെ കാണുവാനായിട്ടിടയാവുന്നത്. കാലികവും സംഗതവുമായുള്ള ശുശ്രൂഷകൾ നിറവേറ്റുന്നതായിട്ടുള്ള അവസരത്തിൽ സഭ ചരിത്രത്തിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ട് ദൗത്യനിർവഹണം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഓരോരോ സംഭവങ്ങളും കാഴ്ചകളും ഒക്കെ സഭയ്ക്ക് ഇന്ന് കാണുവാനൊക്കെ വേണം സമൂഹത്തിൻ്റെ മധ്യത്തിൽ സാധ്യമായിട്ട് തീരുന്നുണ്ട് എന്നതത്രേ ഞാൻ വിശ്വസിക്കുന്നു. സമൂഹത്തിൻ്റെ മാറ്റങ്ങളെ എപ്പോഴും തിരുമേനി വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെ പഠിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ സഭാ ജീവിതത്തിൽ ഈ മാറ്റങ്ങളെ എങ്ങനെയൊക്കെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നു? ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ദൈവരാജ്യത്തിൻ്റെ വ്യാപനമാണ് സഭയുടെ ദൗത്യമായിട്ട് തീരേണ്ടത്. അതിൽ നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതും എല്ലാവർക്കും പ്രവർത്തിക്കുന്നതിനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നതും ദൈവരാജ്യത്തിലൊരു സ്ഥാനമുണ്ട്, ഇടമുണ്ട് എന്നതുമൊക്കെ ഉറക്കെ പറയുക എന്നത് സഭയുടെ നേതൃത്വം വഹിക്കുന്നതായിട്ടൊരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നിൽ നിക്ഷിപ്തമാണ്. അത് നിർവഹിക്കാനൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോ സാഹചര്യത്തിലും കാലഘട്ടത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും അഭിമുഖീകരിക്കുന്നതായുള്ള ആവശ്യങ്ങളോടെ ശരിയായതും പ്രതികരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിലെല്ലാം ഒന്ന് ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടാകും, 2 ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും, സഭ എൻ്റെ ദൗത്യത്തിൽ മുന്നോട്ട് പോകുന്നതിനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ജീവിതത്തിലൂടെയും പ്രവർത്തന രംഗങ്ങളിലൂടെയും എനിക്ക് കാണുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ആഗമന സഭയുടെ പുരോഗതിക്ക് വേണ്ടി ആധ്യാത്മിക വർധനവിന് വേണ്ടി തിരുമേനി ശ്രമിക്കുമ്പോൾ തന്നെ നിരണം മാരാമൺ ഭദ്രാസനത്തിൻ്റെ കാര്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. അടുത്ത കാലത്തായി 2-3 പദ്ധതികൾ, പ്രത്യേക ജനോപകാരപ്രദമായ 2-3 പദ്ധതികൾക്ക് രൂപം നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനെപ്പറ്റി തിരുമേനി ഒന്ന് വിശദീകരിക്കാറുണ്ട്. ക്രൈസ്തവ മതത്തിൽ അനേകം ഡിനോമിനേഷൻസ് ഉണ്ട്. പല വിഭാഗങ്ങളായിട്ട് പല വിശ്വാസ ആചാരങ്ങൾ പാലിക്കുന്നതായിട്ടാണ്. എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമായുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ്റെ കോണം, എല്ലാവരും ചേർന്ന് നിൽക്കുവാൻ്റെ കോണം ശ്രമിക്കുക എന്നത് ഞാൻ ശ്രദ്ധിക്കുന്നതായിട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിലയ്ക്കൽ സംഭവത്തിൽ അതിന് നേതൃത്വം നൽകുവാനായിട്ടിടയാകുന്നുണ്ട്. ഇപ്പോൾ 40 വർഷമായി നിലയ്ക്കൽ ഉള്ള ട്രസ്റ്റിൻ്റെ ചാപ്പലും അവിടെയുള്ള സ്റ്റഡി സെൻ്ററും ഒക്കെ പ്രവർത്തിക്കുന്നത്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറിയുടെ നേതൃത്വം നൽകുവാനൊക്കെയാണ് ഇപ്പോൾ ഇടയായിട്ട് തീരുന്നുണ്ട്. കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ നേതൃത്വം നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ നേതൃനിരയിലേക്ക് വരുവാനിടയാവുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുകയും ഒരുമിച്ച് പ്രവർത്തിക്കുവാനൊക്കെ ഇടയായിട്ട് തീരുകയും ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. ഡൈവേഴ്സിറ്റി നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും, വൈവിധ്യം കാണുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ അതിന് വിവിധ സംസ്കാരങ്ങളുള്ള, വിവിധ ഭാഷകളുള്ള, വിവിധ ജനങ്ങളുള്ള ഒരു ദേശം എന്നുള്ള നിലയിൽ ഈ രാഷ്ട്രത്തെ കാണുന്ന അവസരത്തിൽ എല്ലാം നമ്മളുടെ രാജ്യവും നമ്മളുടെ ജനവും ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള പ്രപഞ്ചവുമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുന്നതിനായിട്ടിടയായിട്ട് തീരുകയും ചെയ്യും. നമുക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടുവന്ന് വന്നേക്കാം. എന്നാൽ അതിനെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു താല്പര്യം നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എന്താണ് എന്ന് പറഞ്ഞു തരുന്നതിനായിട്ടും എന്താണെന്ന് ചേർന്ന് മനസ്സിലാക്കി ഒരുമിച്ച് നിൽക്കുന്നതിനായിട്ടുമൊക്കെ ഉള്ള വഴി തുറക്കുന്ന ഒരു കാര്യമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. അപ്രകാരമുള്ള ഒരു നീക്കം
സഭൈക്യ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് ഈ കാലയളവിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല, വസ്തുതയാണ്. അത് ആളുകളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, നേതൃത്വ നിലയിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കുന്നതായുള്ള കാഴ്ചപ്പാട് വർത്തമാനകാലത്തിൽ സംഭവിക്കുന്നുണ്ട്. നരണം മാരാമൻ ഭദ്രാസനം എനിക്ക് ഈ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഒരു ഭദ്രാസനമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഭദ്രാസനമാണ്. ആ ഭദ്രാസനത്തെയാണ് വളരെ അടുത്ത് കാണുവാൻ കൊണ്ട് എനിക്ക് ഇടയാവുന്നത്. അതുകൊണ്ട് എന്ത് ദൗത്യമായിട്ട്, സഭയുടെ ദൗത്യമായിട്ട് ഞാൻ കാണുന്നു അത് പ്രാവർത്തികമാക്കി തീർക്കുക എന്നത് നരണം മാരാമൻ ഭദ്രാസനത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഇവിടെ പ്രാവർത്തികമാക്കി തീർക്കാൻ കഴിയാത്തത് ചെയ്യണം എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് മാത്രമല്ല. അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനായിട്ടും അതിനെ കൂടുതൽ ഊന്നൽ നൽകുന്നതിനായിട്ടും ഒക്കെ മുന്നോട്ട് പോവുക എന്നത് ഏറെ ആവശ്യമായിരിക്കുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ മാരാമൻ കൺവെൻഷനിൽ സംബന്ധിച്ചതായുള്ള അവസരത്തിലാണ് കുറിയന്നൂരിൽ ഉള്ള ഒരു ഭവനത്തിന് അവർക്ക് കയറി കിടക്കുവാനായിട്ട് ഇടമില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നതിനിടയായിട്ട് തീർന്നത്. അത് ഞാനിവിടെ പറയുകയും ചെയ്തു, ജനങ്ങളോട് പറയുകയും ചെയ്തു. എന്നാൽ ആ ഇടവേളയിൽ തന്നെയുള്ള പട്ടക്കാരും ആത്മായക്കാരും എല്ലാം ചേർന്ന് ഇപ്പോൾ അവർക്കൊരു സ്ഥലമൊക്കെ വാങ്ങി വീട് വയ്ക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അവർക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ട് മാറും എന്നത് ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നു. അടുത്ത സമയത്ത് നരണത്തുള്ളൊരു ഭവനം തീ കത്തി ചാമ്പലായതായിട്ടുള്ള വിവരം നമ്മളെല്ലാം വായിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ വീട്ടിൽ ഇനി ജീവിക്കുന്നതിനായിട്ടുള്ള സാധ്യത വളരെ വിഷമമാണ്. കാരണം അവർക്ക് തന്നെയായിട്ടൊരു വീട് വയ്ക്കുവാനായിട്ട് കഴിയില്ല. അവർ ആ വീട്ടിലുള്ള 2 പേരെ നിരന്തരമുള്ള ജോലി ചെയ്താണ് ആദായം ഉണ്ടാക്കി കുടുംബത്തെ പുലർത്തുന്നത്. മൂന്നാമത്തെ ഒരു മകള് സ്കൂൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതല്ല കുട്ടിയാണ്. ആ കുട്ടിയുടെ പാഠപുസ്തകങ്ങളും അവരുടെ എല്ലാ റെക്കോർഡുകളും കത്തി ചാമ്പലായി പോയതായിട്ടുള്ള സാഹചര്യത്തിൽ ഒന്നുമില്ല എന്നുള്ളതായുള്ള രീതിയിലേക്ക് മാറുകയാണ്. ആ അവസരത്തിൽ ഒന്നുമില്ല എന്നല്ല പറയേണ്ടത്, എല്ലാവരും ഉണ്ട്, ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും എന്നുള്ള സന്ദേശം നൽകുവാനായിട്ട് എന്താ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടൊരു വിഷയമാണ്. സാധിക്കുമെങ്കിൽ അവർക്ക് ഒരു ഭവനം നൽകുന്നതിനായിട്ടും കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിനായിട്ടും അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തെ ശോഭനമാക്കി തീർക്കുന്നതിനായിട്ട് സാധിക്കണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയതായിട്ടുള്ളൊരു മെസ്സേജിൽ ഇവിടെ അടുത്ത ഉള്ള ഒരു ദളിത് ഇടവകയിൽ അവർക്ക് ആകപ്പാടെ 3 സെൻറ്റ് സ്ഥലത്താണ് ഒരു വീട് ഇരിക്കുന്നത്. അവർക്ക് മരിച്ചപ്പോൾ അടക്കാനായിട്ട് സ്ഥലമില്ല. അതുകൊണ്ട് അവർ അവിടെയുള്ള മണ്ണിൽ തന്നെ കുഴികുത്തി മണ്ണിൽ അടക്കിയതായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് താമസിക്കുവാനായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുക, വീട് വെച്ച് കൊടുക്കുക, ഇനിയും ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനിടയായിട്ട് തരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുള്ള ആവശ്യകതയുണ്ട് എന്നത് ഒരു പ്രവാചക ശബ്ദത്തോടെ പറയുക എന്നതാണ് നേതൃത്വത്തിൽ എനിക്ക് ചെയ്യുന്നതിനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി തീർക്കാൻ കഴിയും എന്നത് ചിന്തിക്കുന്നുണ്ട്. നരണമാരാമൻ ഭദ്രാസൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ കുമ്മനാട്ടുള്ള കടപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ പണികളൊക്കെ മിക്കവാറും പൂർത്തിയായി. ഇനിയൊരു അച്ഛൻ കുടുംബമായിട്ട് അവിടെ താമസിച്ച് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അനേകം ആളുകളുടെ പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതൽ നൽകുന്നതിനായിട്ട്, വീണ്ടെടുക്കുന്നതിനായിട്ട് സാധ്യമായി തീരും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ പ്രദേശത്തെ നരണത്ത് തന്നെ അനുഗ്രഹ തീരം എന്ന് പറയുന്നതായുള്ളൊരു സ്ഥലത്ത്, അത് അവിടെയുള്ള പ്രാദേശിക ഇടവകയ്ക്ക് നൽകിയതായിട്ടൊരു സ്ഥലവും കെട്ടിടമാണ്. അത് 50 വർഷത്തേക്ക് പോലീസിലെടുത്ത് ഒരു പാലിയേറ്റീവ് കെയർ നടത്തുന്നതിനായിട്ട് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ സാധിക്കുമെങ്കിൽ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ആളുകൾക്ക് അവർ പ്രായാധിക്യത്തിലും ക്ഷീണത്തിലൊക്കെ ആകുമ്പോൾ അവരെ നോക്കുന്നതിനായിട്ട്, കരുതുന്നതിനായിട്ട് ആരുമില്ല എന്നുള്ളതായുള്ള പ്രശ്നം മാറ്റിയെടുക്കുന്നതിനായിട്ട് കഴിയും എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുവാനൊക്കെ വേണം. ജനങ്ങളെ പ്രബുദ്ധരാക്കി തീർക്കുന്ന, പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന, അതിന് വേണ്ടതായുള്ള കൈത്താങ്ങൾ നൽകുന്ന ഉദ്യമത്തിലാണ് ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സഭയെ പറ്റിയുള്ള ഒരു ഭാവി പ്രതീക്ഷ, സ്വപ്നം എന്തായിരിക്കും തിരുമേനി? പ്രത്യേകിച്ച് മാറിയ സാമൂഹ്യ പരിസരങ്ങളിൽ സഭ എന്തായിരിക്കണം? സഭ എല്ലായ്പ്പോഴും
ഒരു സമൂഹത്തെ സ്വാദുള്ളതാക്കി തീർക്കണം. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ജീവിക്കാൻ ഉതകുന്നതായുള്ളൊരു ഭവനമാണ് പ്രപഞ്ചം എന്നുള്ള നല്ല കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ അതിനുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ വീണ്ടെടുപ്പ് എല്ലാവരിലും കൂടെ സാധ്യമാക്കി തീർക്കുന്ന, മനുഷ്യ വാസയോഗ്യമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന, അന്യോന്യമുള്ള ബന്ധത്തിൽ സ്നേഹത്തിലൊക്കെ ആളുകൾ കഴിയുന്നതായിട്ടുള്ള സൗഹാർദ്ദത്തിൻ്റേതായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ദൗത്യമാണ് സഭ ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാനായിട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിസ്ഥിതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനായിട്ടും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിനായിട്ടും കോതകുളം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് അല്പം ഭൂമി ലഭിച്ചിട്ടുള്ളത് ഉപയോഗിക്കണം എന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരു അടയാളമാണ്, സിഗ്നലാണ്, സിമ്പലാണ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരിസ്ഥിതിയുടെ സംരക്ഷണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതേ അവസരത്തിൽ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളെ എപ്പോഴും നോക്കിക്കാണുന്നതിനായിട്ടും ഒരു ജീവനും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ചിന്തിക്കുന്നതിനായിട്ടും അങ്ങനെ ജീവനെ സംരക്ഷിക്കുന്ന, ജീവനെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന സാധ്യതകൾ നൽകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമൂഹമായി വലിയ സമൂഹം തീരുന്നതിനിടയായിട്ട് തീരണം. അതിന് സഭ വേണ്ടതായുള്ള നേതൃത്വം നൽകണം എന്നത്ര ഞാൻ ചിന്തിക്കുന്നു. ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നിറയുന്ന ഒരു കാലഘട്ടമാണ്. ഇത് സഭയുടെ ജീവിതത്തെ, സഭാ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? മൈഗ്രേഷൻ ഒരു വലിയ പ്രതിഭാസമാണ്. ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ടുള്ള നമ്മുടെ യുവജനങ്ങൾ, കൗമാരപ്രായത്തിലുള്ള ബാലിക ബാലന എല്ലാവരും തന്നെ അവർക്ക് പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള താല്പര്യം കൊണ്ട് സഭയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങൾ നിൽക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലുമൊക്കെ ഇപ്പോഴുള്ള ഇടവകയിൽ കൂടുതൽ അംഗങ്ങൾ വന്നു ചേരുന്നു എന്ന് മാത്രമല്ല, പുതിയ പുതിയ ഇടവുകൾ ഇല്ലാത്തതായുള്ള സ്ഥാനത്ത് സംജാതമാകുന്നതിന് സാധ്യമായി തീരുന്ന ഒരു സംഗതിയായിട്ടും കൂടി ഇത് മാറുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ അവരുടെ ക്ഷേമത്തെ കരുതുന്നതായിട്ടൊരു സമൂഹമായി ഇപ്പോഴുള്ള ഇടവുകളൊക്കെ ആയിത്തീരണം എന്നത് സഭയുടെ ഇപ്പോൾ ഈ പ്രദേശങ്ങളിലേക്കുള്ള സഭയ്ക്ക് നൽകേണ്ടതല്ലൊരു ആഹ്വാനം കൂടിയാണ്. ഇത് തന്നെ നമുക്ക് കൂടുതൽ സിംഗപ്പൂർ, മലേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഈ പ്രദേശങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അവിടെയും ഇത് തന്നെയാണ് സഭയുടെ ദൗത്യം. ഒരു കാലഘട്ടത്തിൽ അവിടെയൊക്കെ ചെന്നെത്തുന്നതായിട്ടുള്ള ആളുകൾ ഭവനത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നതായുള്ള അവസരത്തിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയല്ല, ഞങ്ങളുടെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതായിട്ടുള്ളൊരു ചിന്ത ഉടലെടുക്കുവാൻ തക്കവണ്ണം സഭ ഓരോ പ്രാദേശിക ഇടവുകളിലൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ദൗത്യമായിട്ട് ഇപ്പോൾ തീരുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ വീടുകളിൽ നിന്നൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കുവാൻ തക്കവണ്ണമുള്ള മൂല്യബോധം വളർത്തിയെടുക്കുന്നതിൽ നമ്മളുടെ ഭവനങ്ങൾ താല്പര്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഭാരതത്തിലുള്ള ഇടവുകളോട് എനിക്ക് പറയുന്നതിനായിട്ടുള്ളത്. അതുകൊണ്ട് ഭവനങ്ങളെ കൂടുതൽ ഭദ്രമാക്കി തീർക്കുന്ന, മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കുന്ന, ദൈവബോധമുള്ളതായിട്ടുള്ള ജനങ്ങളായിട്ട് തീരുന്ന ഒരനുഭവത്തിലേക്ക് സഭ സമൂഹത്തിൽ നയിക്കേണ്ടതായിട്ടുണ്ട്. പുതിയൊരു സംവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന തിരുമേനിക്ക് വിശ്വാസ സമൂഹത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്തായാലും? ദൈവരാജ്യത്തിൻ്റെ രൂപീകരണത്തിൽ എല്ലാവരും താല്പര്യപ്പെടണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാനാജാതി മതസ്ഥരുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള സംസ്കാരങ്ങളുള്ള ആളുകളുടെ ഇടയിലേക്കാണ് പോകുന്നത്. എന്നാൽ മാനവരാശി എല്ലാം ദൈവം സൃഷ്ടിച്ചതായുള്ള ഒരു ഹ്യൂമൻ ജനറേഷനാണ്. അതുകൊണ്ട് സഹോദരങ്ങളായിട്ട് കാണാനായിട്ടും അവരെ ചേർത്ത് നിർത്തുന്നതിനായിട്ടുള്ള ഒരു അഭിവാഞ്ച എല്ലാവരിലും ഉടലെടുക്കണം എന്നത് ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു സംഗതിയാണ്. അതേ അവസരത്തിൽ തന്നെ ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ അതിരുകളിലേക്ക് തള്ളപ്പെടുന്നതായിട്ടുള്ള അവശരായിട്ട് തീരുന്നതായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ കരുതുന്നതായുള്ള സമൂഹമായിട്ട് നിൽക്കുന്നതിന് കൂടി സഭയ്ക്ക് സാധ്യമായിട്ട് തീരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് സഭ പുതിയ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന അഭിമന്യ തിരുമേനിക്ക് മാർത്തോമാ വിഷൻ്റെ എല്ലാ ജന്മദിന ആശംസകളും നേരുന്നു.
വിശ്വാസ സമൂഹത്തോടൊപ്പം തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുവാൻ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടുള്ള എല്ലാ ആദരവുകളും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു.